വേടൻ എന്ന പേര് പലരും കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. കറുത്ത വേഷമണിഞ്ഞ് പാട്ടുകൾ പാടുന്ന ഈ ചെറുപ്പക്കാരൻ പുതുതലമുറയുടെ തലയിൽ തീ പിടിപ്പിച്ചതാണ്. സ്റ്റേജ് ഷോകൾക്കിടെ രാസലഹരിക്കെതിരെ ആഞ്ഞടിക്കും, പാട്ടിലൂടെ ആശയങ്ങൾ പങ്കുവയ്ക്കും, രാഷ്ട്രീയം പറയും. എന്നാൽ നല്ല പുകയുമായി വന്നാണ് ഇവൻ തീ പകരുന്നതെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കൊച്ചിയിൽ പാട്ടിന്റെ റിഹേഴ്സലിനായി റാപ്പർ വേടനും സംഘങ്ങളും ഇരുന്നത് കഞ്ചാവുമായാണ്. ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് ലഹരി പിടിച്ചെടുത്തു. കഞ്ചാവ് ഉപയോഗിക്കുമെന്ന് വേടൻ സമ്മതിച്ചിട്ടുണ്ട്. കേസിൽ ജാമ്യം കിട്ടിയാലും ഇയാളെ അങ്ങനെ വെറുതെ വിടാൻ കഴിയില്ല. വേടന്റെ കഴുത്തിലെ മാലയിലുള്ള പുലിപ്പല്ല് അയാൾക്ക് വിനയായേക്കും. മലയാള സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകരും നിരീക്ഷണത്തിലുണ്ട്. ഇത് കേൾക്കുമ്പോൾ വിഷമിപ്പിക്കില്ല. ഇത് ഭയങ്കര ഒറിജിനലായിട്ടുള്ള, ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തലച്ചോറിനെ തിന്നുകൊണ്ടിരിക്കുന്നതാണ്. മക്കള് പ്ലീസ്, ഗവൺമെന്റ് ഇത് വേണമെന്ന് പറയുമ്പോഴേ. ഒരു സ്റ്റേജ് ഷോയിലാണ് ലഹരി ഉപയോഗത്തിന്റെ അപകടത്തെപ്പറ്റി വേടൻ പറഞ്ഞത്. വേടന്റെ പ്രത്യേക സ്റ്റൈലിലുള്ള ഉപദേശം കേട്ട് ഹരം കൊണ്ട് ആരാധകർ. ഇത് വേടനെ ഇത് പറയുമ്പോഴേ സ്റ്റേജ് കയറി നീ കണ്ണു കുടിച്ചിട്ടില്ലടാ വേടത്തൊക്കെ സ്റ്റേജ് കയറി പറയണെന്ന് പറയുന്നത് മനസ്സിലായോ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ലഹരി ഉപയോഗിക്കരുതെന്ന് ആരാധകരെ ഉപദേശിച്ച വേടൻ തന്നെ കഞ്ചാവ് കേസിൽ പിടിയിലായത് കൌതുകമുള്ള വാർത്തയായി. 6 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. സ്റ്റേഷനിലെത്തിച്ചാൽ ജാമ്യം കിട്ടുന്ന കുറ്റം. വേടൻ ഉൾപ്പെടെ 9 പേരെയാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സ്റ്റേഷൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കഞ്ചാവ് ഉപയോഗിച്ചെന്ന് വേടൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ടാലന്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ളാറ്റ് അവർ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ എന്ന് വിളിക്കുന്ന ഹിരൺ, അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇതിവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൂടുന്ന ഒരു സ്ഥലമാണ്. അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചായിട്ട്, അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ഒരു 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട്. പോലീസ് കേസ് കെട്ടിച്ചമച്ചതാണോ എന്ന ചോദ്യത്തിന് തിരിച്ചെത്തിയിട്ട് പ്രതികരിക്കുമെന്നായിരുന്നു വേടന്റെ മറുപടി. എന്നാൽ പരിശോധനയ്ക്കിടെ വേടന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റ് പോലീസിന് സംശയമുണ്ടാക്കി. പോലീസ് അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി. തായ്ലൻഡിൽ നിന്ന് ലഭിച്ചതാണ് മാലയെന്നാണ് വേടൻ ആദ്യം പറഞ്ഞത്. എന്നാൽ തുടർന്നുള്ള ചോദ്യം ചെയ്യലിൽ അത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് സ്ഥിരീകരിച്ചു. ലോക്കറ്റ് പുലിപ്പല്ലാണെന്നും ഫോറസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. വന്യജീവികളുടെ പല്ലും നഖവും സൂക്ഷിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാത്ത കുറ്റമാണ്. ഇതിനിടെ വേടന്റെ ഫ്ളാറ്റിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയത് മറ്റൊരു വഴിത്തിരിവായി. മഴ ഉൾപ്പെടെയുള്ള ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. ആയുധ നിരോധന നിയമപ്രകാരമുള്ള സാധാരണ ഒരു വീട്ടിൽ കാണുന്ന ആയുധങ്ങളല്ല. ഏകദേശം സൂചനകളുണ്ട്. അവർക്ക് അങ്ങനെ കൈവശം കൊണ്ട് നടക്കേണ്ട ആയുധങ്ങളല്ല. അങ്ങനെ കൊണ്ട് നടക്കേണ്ട ആയുധങ്ങൾ എല്ലാവരും അതാണ് പരിശോധിച്ചിട്ട് അതുകൊണ്ട് വരുമെങ്കിൽ അത് നമ്മൾ കോടതി അവസരം എടുത്തിട്ടാണ് ഞാൻ എന്റെ വകുപ്പുകളെല്ലാം നോക്കിയിട്ട് ആ പറഞ്ഞു വരുന്നതാണെങ്കിൽ അത്